ഗായ്സ്, ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞ ഉറപ്പാ നിങ്ങളത് വിശ്വസിക്കത്തില്ല. പക്ഷെ സീരിയസ്ലി നടന്ന സംഭവമാണ്. ഇപ്പൊ റീസെന്റ് നടന്ന സംഭവമാണ്. 2 ദിവസം മുന്നേ നടന്നാണ്. നിങ്ങളത് പക്ഷെ ആരോടും പറയരുത്. ഓക്കെ, കീപ് ഇറ്റ് സീക്രട്ട് വിത്ത് യു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ താഴത്തെ ജംഗ്ഷനിലൂടെ ഇങ്ങോട്ട് നടന്നു വരിക. ബാക്ക് ടു ഹോസ്റ്റൽ നടന്നു വരുന്ന സമയത്ത് യു നോ ദാറ്റ് എനിക്ക് എന്റെ മാമി വന്ന മറ്റേ ബ്ലൂ കളർ ഫ്ലെയർ ആ ഒരു ചുരിദാറായിരുന്നു ഞാൻ ഇട്ടെ. യു നോ ദാറ്റ് ഐ ആം സ്റ്റണ്ണിങ് ഇൻ ദാറ്റ്. നോ, യാ, എവരിവൺ നോസ് ഇറ്റ്. ആൻഡ് ആ ചുരിദാർ ഇട്ട് ഞാൻ മറ്റേ ഇവന്റെ കഴിഞ്ഞിട്ട് നടന്നു വരിക. ഈവനിങ് ഒരു 7 ആയ സമയത്ത് അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഒരു കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. കോമൺലി പോകുന്ന വണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. പാസ് ചെയ്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വണ്ടി പെട്ടെന്ന് പോയി അവിടെ നിന്ന് നിർത്തി. അപ്പൊ ഞാൻ വിഷു നെക്സ്റ്റ് ഉള്ള ഏതോ വീട്ടിലേക്ക് വന്നതാ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറങ്ങിയിട്ട് ആള് എന്റെ ഡയറക്ഷനിലേക്ക് നടന്നു വരാൻ തുടങ്ങി, എന്റെ ബേക്കിലൂടെ നടന്നു വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ തന്നെ ഫോളോ ചെയ്യാമെന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ പിന്നെ ഫോൺ എടുത്ത് ആരെയും നിങ്ങളൊക്കെ വിളിച്ചാലെന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ ആ സമയത്ത് അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓക്കെ, സത്യമാണ്, ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കണോ വേണ്ടിയോ എന്താ ചെയ്യണമെന്ന് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവായിരുന്നേ. ആ സമയത്ത് ഇങ്ങനെ ആ ഒരു പുള്ളി ഇങ്ങനെ നടന്നു വന്നു. ആള് വേഗം ഓടി ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ വാട്ട് വിൽ ഐ ഡു എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുമായിരുന്നു. അപ്പൊ പുള്ളി പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, "ഗേൾ, യു ആർ റിയലി പ്രിറ്റി." ആൻഡ് പുള്ളി എന്നോട് പറയാ, പുള്ളിയുടെ ലൈഫിൽ എന്നെ പോലെ ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടികൾ ഞാൻ കണ്ടിട്ടില്ല എന്ന്. സീരിയസ്ലി, ഇതിനെ കള്ളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടും ഒന്ന് വിശ്വസിക്ക്. എന്നിട്ട് പുള്ളി എന്നോട് പറയാ, പുള്ളി പേരൻസിനെയും കൂട്ടി എന്റെ വീട്ടിൽ വരാം, എന്റെ പേരൻസിന്റെ നമ്പർ തരാവോ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ അതിപ്പോ ഞാൻ എന്താണ് പറയാ, എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് പോയിന്റ് എനിക്ക് അറിഞ്ഞൂടാ എന്താ പറയണ്ടെന്നുള്ളത്. പുള്ളി ഇൻസ്റ്റഗ്രാം ഐഡി ഒക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പുള്ളി. യു നോ സംതിങ്, അവനൊരു ഓഡി കാർ. ആൻഡ് അവനത് വീട്ടിൽ കൊണ്ട് പ്രൊസീഡ് ചെയ്യട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഞാനിപ്പോ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ആൾക്ക് വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്നത്. എന്റെ ബ്യൂട്ടി മനസ്സിലാക്കി, എന്റെ സൗന്ദര്യം മനസ്സിലാക്കി, അത് അഡ്മയർ ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്ന, ഓൾവേസ് എന്നെ അത് എൻകറേജ് ചെയ്യുന്ന, വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞു കോടീശ്വരനെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഐ നോ ദാറ്റ് ഹീസ് ദാറ്റ് പേഴ്സൺ. ഞാൻ ലക്കിയല്ല അവിടെ കിട്ടാൻ വേണ്ടി.